150ഓളം കവർച്ചാ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ഗൂഡല്ലൂർ എരുമാട് സ്വദേശി ജോസ് മാത്യു എന്ന എരുമാട് ജോസിനെ പ്രത്യേക അന്വേഷണ സംഘം കളമശ്ശേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മെയ് 20-ന് വണ്ടൂർ ടൗണിലെ തരങ്കിണി സിൽവർ ജ്വല്ലറിയിൽ നടന്ന വൻ വെള്ളിമോഷണ കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മെയ് 20-ന് പുലർച്ചെ വണ്ടൂരിലെ ജ്വല്ലറിയുടെ പിറകുവശത്തെ ചുമർ കമ്പിപ്പാര കൊണ്ട് കുത്തിത്തുരന്ന് അകത്തു കയറിയ പ്രതി 19 ലക്ഷം രൂപ വില വരുന്ന 7 കിലോയിലധികം വെള്ളി ആഭരണങ്ങളും പണവും കവരുകയായിരുന്നു. മുഖവും ശരീരവും പൂർണ്ണമായി മറച്ചെത്തിയ പ്രതിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വണ്ടൂർ, പെരിന്തൽമണ്ണ, പാലക്കാട്, കോഴിക്കോട്, ഗൂഡല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ 300-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും നിരവധി പേരെ ചോദ്യം ചെയ്തുമാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. മറ്റ് മോഷണ കേസുകളിൽ പ്രതിയായി തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ജോസ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. തുടർന്ന് മെയ് 15-ന് വണ്ടൂരിലെത്തി ആൾതാമസമില്ലാത്ത കെട്ടിടത്തിന് മുകളിൽ താമസിച്ച് ജ്വല്ലറിയും പരിസരവും നിരീക്ഷിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. മോഷണത്തിന് ശേഷം വേഷം മാറി ബസ് മാർഗം പെരിന്തൽമണ്ണയിലും അവിടെ നിന്ന് പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക് കടന്നു. കോയമ്പത്തൂർ, സേലം എന്നിവിടങ്ങളിൽ വെച്ച് വെള്ളി ആഭരണങ്ങൾ 4.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ പ്രതി ആഡംബര ജീവിതം നയിച്ചുവരികയായിരുന്നു. തുടർന്ന് കളമശ്ശേരിയിലെ ഒരു പ്രീമിയം ലോഡ്ജിൽ മത്സ്യകൃഷി ഓഫീസറാണെന്ന വ്യാജേനയാണ് ഇയാൾ താമസിച്ചു പോന്നത്. മോഷണം മുതൽ വിറ്റുകിട്ടുന്ന പണം പ്രതി സ്ഥിരമായി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാറുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. മുൻകാല മോഷണങ്ങളിലൂടെ ഇത്തരത്തിൽ 70 ലക്ഷത്തോളം രൂപ ഇയാൾ നിക്ഷേപിച്ചിട്ടുണ്ട്. കളമശ്ശേരിയിൽ പ്രതിയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് സമയത്ത് നിരവധി മോഷണായുധങ്ങളും പോലീസ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. പ്രതിയെ വണ്ടൂരിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കസ്റ്റഡിയിൽ വാങ്ങി സേലത്തെ വെള്ളി വിറ്റ കടകളിലും തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. CCN പെരിന്തൽമണ്ണ.